ഹലോ എവരിവൺ, ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ഷാഫി പറമ്പിൽ ഇന്നലെ വടകരയിൽ ചെയ്ത നല്ല കാര്യം ഓരോ രാഷ്ട്രീയ നേതാക്കളും, അതിപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ഈ പറയുന്ന CPM-ൻ്റെ ആയാലും, ഇവർ 3 പേരും ഷാഫി പറമ്പിലിനെ കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ജനനായകനാണ്. എന്താണ് നമ്മുടെ ഷാഫി പറമ്പിൽ ചെയ്തത്, അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് പേഴ്സണലി ഒരു പാർട്ടിയുമില്ല. നാളുകളിൽ BJP-യുടെ നമ്മുടെ K. സുരേന്ദ്രൻ എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഞാൻ വിളിച്ച് പറയും. ഈ പറയുന്ന പിണറായി വിജയൻ എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഞാൻ വിളിച്ച് പറയും. അതുപോലെ ഷാഫി പറമ്പിലോ VD സതീശനോ നല്ലത് ചെയ്താൽ നല്ലത് പറയും, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും. ഞാൻ പേഴ്സണലി ഒരു മതത്തെയും ഒരു പാർട്ടിയും പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. അങ്ങനെ ഞാൻ, അതായത് ഒരു പാർട്ടിക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നു എന്നറിഞ്ഞിട്ട് ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. 3 കിട്ടും. അതായത് ചില സമയത്ത് എന്നെ പോലുള്ളവരുടെ കമൻറ്റ് ബോക്സ് തെറിയായിരിക്കും. കാരണം നമ്മൾ സ്റ്റേറ്റ് പറയും. ഇന്ന് ഷാഫി പറമ്പിൽ നല്ല ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നാളുകളിൽ ഷാഫി എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ അതും ചൂണ്ടിക്കാണിക്കും. അതാണ്. അങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അങ്ങനെ തന്നെ വരും എൻ്റെ വീഡിയോസ്. അപ്പോൾ പൊന്നുമക്കളെ, ഇന്നലെ ഷാഫി പറമ്പിൽ വടകരയിൽ ചെയ്ത ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ച് തരാം. നിങ്ങൾ നോക്കൂ. ഞാനത് അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, കോപ്പിറൈറ്റ് കിട്ടും. ഇത് ഷാഫി പറമ്പിൽ ഭിന്നശേഷിയുള്ള, കാലില്ലാത്ത, കൈയില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് വീൽ ചെയർ ഫ്രീ ആയി അങ്ങ് കൊടുക്കുകയാണ് ഷാഫി പറമ്പിൽ. അതാണ് മക്കളെ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ പേഴ്സണലി ഉള്ളത് കാസർഗോഡിലാണ്. എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ MP ചെയ്യുന്നില്ല. നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ? അതായത് നമുക്കെല്ലാവർക്കും അറിയും 19 MP ഉള്ളത് കോൺഗ്രസിൻ്റെ MP ആണ്. അപ്പോൾ ഒരാൾ മാത്രം ഷാഫി പറമ്പിൽ നല്ല ചെയ്തു, അത് ഞാൻ വിളിച്ച് പറഞ്ഞു. എൻ്റെ നാട്ടിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിലൊന്നും ചെയ്യുന്നില്ല. അത് അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചതിന് ശേഷം ആദ്യം എടുത്ത പണിയാണ് പ്രവാസികൾക്ക് വേണ്ടി. അതായത് പാർലമെന്റിൽ പോയി പൊട്ടിത്തെറിക്കുകയാണ് ഷാഫി പറമ്പിൽ. വിമാന കമ്പനികൾ ടിക്കറ്റ് നിര വല്ലാതെ കൂട്ടുന്നത് നിങ്ങൾക്കും എനിക്കും അറിയും. ഇപ്പോൾ പെരുന്നാൾ സമയത്താണെങ്കിലും, ഓണ സമയത്ത്, ദീപാവലി സമയത്ത്, ക്രിസ്മസ് സമയത്ത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് വർദ്ധിപ്പിക്കും. കാരണം ഇന്ത്യക്കാർക്ക് അറിയും, അതായത് ഗൾഫ് രാജ്യത്തിൽ നിന്ന് വരുന്ന പ്രവാസികൾ കൂടുതലായി നാട്ടിലേക്ക് വരുന്നത് ഒന്നെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസ്, അതുമല്ലെങ്കിൽ ദീപാവലി ദിനത്തിലാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇപ്പോൾ നോർമലായിട്ടുള്ള ദിവസം 10,000-ഓ 12,000-ഓ ടിക്കറ്റ് ആണെങ്കിൽ ആ ദിവസങ്ങളിൽ 30,000-40,000 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അതിനെയാണ് ഷാഫി പറമ്പിൽ പാർലമെന്റിൽ ആദ്യം പോയി ആണയടിച്ചത്. നിങ്ങൾ ആ ഒരു പരിപാടി നിർത്തണം. കാരണം പെരുന്നാൾ സമയത്തും ദീപാവലി സമയത്തും ക്രിസ്മസ് സമയത്തും ടിക്കറ്റ് നിര കുറക്കണം. ഈ പറയുന്ന പ്രവാസികൾ 2-3 വർഷം പണിയെടുത്ത് ചത്തതിന് ശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കഴുത്ത് അറുക്കരുത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതായത് ടിക്കറ്റ് നിര കുറക്കണമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതിനുശേഷം പൊന്നുമക്കളെ, വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു മാസത്തിൽ 3-4 തവണ വരുന്നുണ്ട്. എന്തിനു വരുന്നു? മിണ്ടാണ്ടിരിക്കാനല്ല. ഷാഫി പറമ്പിൽ വടകരയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഓഫീസ് ഉണ്ടാക്കുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ MP ഓഫീസ്. എന്തിനാണ് ഓഫീസ് ഉണ്ടാക്കുന്നത്? അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ആ ഓഫീസിൽ വന്ന് പരാതി കൊടുക്കാം. ഷാഫി പറമ്പിൽ സാറേ, ഞങ്ങൾക്ക് അതായത് സ്ഥലമില്ല, ഞങ്ങൾക്ക് കടമുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു മാസത്തിൽ 4-5 തവണ വന്നിട്ട് ഈ പരാതികളൊക്കെ നോക്കിയിട്ട് അതിൽ ആരാണോ കൂടുതൽ പ്രതിസന്ധിയിലുള്ളത് അവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും ഷാഫി പറമ്പിൽ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് നീതിമാനായ ഭരണാധികാരി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വടകര എന്നല്ല, കേരളത്തിൽ എന്ത് പ്രശ്നം സംഭവിച്ചാലും ആദ്യം ഓടിയെത്തുന്ന ആളാണ് ഷാഫി പറമ്പിലല്ലേ. ഇത് ഷാഫി പറമ്പിൽ ചെയ്യുന്ന നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊന്നുമക്കളെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം. അതായത് വടകരയിൽ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ ഓടിപ്പോയി ശരിയാക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. നിങ്ങൾ ആ ഒരു രംഗം ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, പഞ്ചായത്തിലെ മുക്കാളി എന്ന സ്ഥലമാണ്. മുക്കാളിയില് കഴിഞ്ഞ 1 വർഷമായി ഈ സോണിംഗ് ലേണിംഗ് ചെയ്ത ഭാഗം ഈ 1 വർഷമായിട്ടും ഇതിനെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഒരു നടപടിയും കമ്പനിയോ ബന്ധപ്പെട്ട അധികാരികളോ എടുത്തിട്ടില്ല. വീണ്ടും ആളുകളുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് ദേശീയപാത അതോറിറ്റി ശ്രമിക്കാൻ വേണ്ടി പോകുന്നത്. തീർത്തും ഇത് അപകടകരമായ രീതിയിലേക്ക് നിരവധി വീടുകൾ 2 ഭാഗത്തുമുള്ള ഈ പ്രദേശം പൂർണ്ണമായും അക്വയർ ചെയ്യുക എന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഇതിനുള്ള പരിഹാരം. Happening here, we cannot continue with the soil laying here. At least you have to acquire the land above on both sides. I need a joint visit here. I need you, collector, and me to visit here together.
പെരിയാട് സംഭവം കൂടെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണേണ്ട കാര്യം. ഇപ്പൊ തൽക്കാലം പണി നടക്കട്ടെ, എന്നിട്ട് വരുമ്പോ നോക്കാന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇതിന് ചേർന്നതല്ല. അവരിപ്പോ പണി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മാത്രം പ്രശ്നമല്ല, ഇവിടെ കുട്ടികൾ നടക്കുന്നുണ്ട്, ആളുകൾ വാഹനം എടുത്ത് പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ മനുഷ്യന്റെ ജീവൻ അപകടത്തിലല്ല, അതിന്റെ മേലെ അവര് തന്നെ അതിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി വെച്ച പിന്നെ ഇതിനെ മാറ്റി. ഇതല്ലേ നീതിമാനായ ഭരണാധികാരി? നോക്കൂ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ MLA-മാരും MP-മാരും വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള MP-മാർ MLA-മാർ ഇങ്ങനെയാണോ? ഞാൻ കാണുന്നത് കേരളത്തിൽ ഒരൊറ്റ ഒരാളെയാണ്, ഷാഫി പറമ്പിലിനെ മാത്രമാണ്. ബാക്കിയുള്ള കോൺഗ്രസിൻ്റെതായാലും CPM-ൻ്റെ ആയാലും BJP-ൻ്റെ ആയാലും എല്ലാവരും കണക്കാണ്. ഓക്കെ, ഷാഫി പറമ്പിൽ മാത്രം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതിപ്പോൾ നാളുകളിൽ K. സുരേന്ദ്രൻ ഇങ്ങനെ ആയാലും ഞാൻ വിളിച്ച് പറയും. ഓക്കെ കുറേ പേര് പറയുന്നത് വടകരയിൽ വിജയിച്ചതിന് ശേഷം മാത്രമാണ് ഷാഫി ഇങ്ങനെ. അതായത് മുൻകാലത്ത് നമ്മുടെ ഷാഫി പറമ്പിൽ പാലക്കാടിൽ MLA ആയിരുന്നല്ലോ, ആ സമയത്ത് പാലക്കാടുകാർക്ക് വേണ്ടി ഒന്നും ഷാഫി പറമ്പിൽ ചെയ്തിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. അവർക്ക് വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, ഷാഫി പറമ്പിൽ സർ, പാലക്കാട് ജില്ലയ്ക്ക് അനുവദിച്ച സ്റ്റേഡിയം ഇതിന്റെ സ്ഥലപരിമിതി മൂലം ഇതുവരെയും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അതേസമയം തന്നെ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ അങ്ങേക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ ഈ ജില്ലാ സ്റ്റേഡിയം അതിന്റെ പ്രൊജക്ട് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി അതിന്റെ ഉടമസ്ഥാവകാശം മുനിസിപ്പാലിറ്റിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരുടെ കൂടെ സഹകരണത്തോടെ ആ പ്രൊജക്ട് അവിടെ നടപ്പിലാക്കിയാൽ ഒട്ടേറെ ചരിത്രമുള്ള ആ സ്റ്റേഡിയത്തിന്റെ അനിവാര്യമായ നവീകരണവും കായിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായമായിട്ട് അത് മാറും. കായിക വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും പാലക്കാട് മുനിസിപ്പാലിറ്റിയും കൂടെ സംയുക്തമായി ചേർന്ന് ജനപ്രതിനിധികൾ കൂടെ ഉൾപ്പെടുത്തിയ ഒരു മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയാൽ അതിന്റെ ക്വാളിറ്റി നിലനിർത്താനും നമുക്ക് സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതിലൊരു അനുകൂല തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു യോഗം വിളിച്ചു ചേർത്ത് ജില്ലക്ക് അനുവദിച്ച പണം അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും ശോചനീയാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തെ രക്ഷിക്കണമെന്ന പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ആവശ്യം നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. അടിയന്തര ഇടപെടൽ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥതയുള്ള മുനിസിപ്പാലിറ്റി അനുകൂലമായിട്ടുള്ള തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജില്ലാ സ്റ്റേഡിയത്തിന് പരിഗണിക്കുന്ന മറ്റ് സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടി പരിഗണിച്ച് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തെരഞ്ഞെടുക്കും. നോക്കൂ, നിങ്ങൾ കുറേ വർഷം പിന്നിലുള്ള വീഡിയോ ആണ്. അത് കുറേ പേര് കമന്റ് ഇട്ട് പറയുന്നത് ഷാഫി പറമ്പിൽ മുമ്പ് ഇങ്ങനൊന്നും അല്ല. അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ ക്ലിപ്പ് വെച്ചത്. അതായത് ഇദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്, ഇദ്ദേഹം നീതിമാനായ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമുള്ള ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.